ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പെയേഴ്സിനെ കുറിച്ചാണ്. പ്രോബബിലിറ്റി എന്ന ചാപ്റ്ററിൽ പെയേഴ്സ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അതിലെ ടെക്സ്റ്റ് ബുക്കിലെ പ്രോബ്ലംസും കൂടെയാണ്. പെയേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം ചെയ്ത പ്രോബ്ലംസിൽ പെയേഴ്സ് ഇല്ലാതെ ഒരു ബോക്സിൽ നിന്ന് ഒരു എണ്ണം സെലക്ട് ചെയ്യുന്ന ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻ ആണ് ചെയ്തത്. പെയേഴ്സ് എന്ന് പറയുമ്പോൾ അറ്റ് എ ടൈം 2 ബോക്സസ് ഉണ്ടായിരിക്കും. ആ 2 ബോക്സസിൽ നിന്നും ഓരോന്ന് വീതം എടുക്കുകയാണ്. അറ്റ് എ ടൈം 2 ക്യാൻ ബി സെലക്റ്റഡ്. പെയേഴ്സ് വരുന്ന പ്രോബ്ലംസ് നമുക്കൊന്ന് ചെയ്തു നോക്കാം. എ ബോക്സ് കണ്ടെയ്ൻസ് 4 പേപ്പർ സ്ലിപ്സ് നമ്പേർഡ് 1, 2, 3, 4 and another contains 2 slips numbered 1, 2. One slip is picked from each. What are the possible pairs? What is the probability of? First question, both are even, both are odd, one odd, one even, at least one odd, at least one even. ഇത്രയാണ് ക്വസ്റ്റ്യൻസ് ഉള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം അതെങ്ങനെ ചെയ്യേണ്ടത്, അതെങ്ങനെയാണ് നമ്മൾ അതിൻ്റെ പെയേഴ്സ് കണ്ടെത്തുക എന്നുള്ളത് നോക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ റഫായിട്ട് ഒരു 2 ബോക്സസ് ഡ്രോ ചെയ്യാം. ഫസ്റ്റ് ബോക്സിൽ 1, 2, 3, 4 വരെയുള്ള നമ്പേഴ്സ് ഉണ്ട്. സെക്കൻഡ് ബോക്സിൽ 1, 2 എന്ന് പറയുന്ന നമ്പേഴ്സ് ആണ് പേപ്പർ സ്ലിപ്പായിട്ട് ഇട്ടിട്ടുള്ളത്. അറ്റ് എ ടൈം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, 2 ബോക്സിനും ഓരോ പേപ്പർ സ്ലിപ്പ് വീതം എടുക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് എങ്ങനെയൊക്കെ കിട്ടാം, അതായത് ഓഡായിരിക്കുമോ ഈവൻ ആയിരിക്കുമോ എന്നുള്ളതൊക്കെയാണ് നമ്മളോട് ചോദിക്കുന്നത്. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇതിൽ ആകെ എത്ര ടോട്ടൽ പോസിബിൾ പെയേഴ്സ് ഉണ്ടായിരിക്കും, അത് ഏതൊക്കെയെന്നുള്ളത് നോക്കാം. അപ്പൊ അതിനായിട്ട് ആദ്യം നമ്മളൊന്ന് ചെയ്തു വെക്കുക. ജസ്റ്റ് ഇതിൽ മൊത്തം 4 നമ്പേഴ്സ് ഉണ്ടായിരിക്കും. ഇതില് 2 നമ്പേഴ്സ് ആണ് ഉള്ളത്, അല്ലെ? ഇനി നമുക്ക് എങ്ങനെയൊക്കെ പെയേഴ്സ് വരാമെന്ന് നോക്കാം. ആദ്യം ഈ 1, 1 1ഉം 1ഉം ആയിട്ടൊരു പെയർ ഉണ്ടാവാം. പിന്നെ 1, 2. ഇനി 2, 1 2, 2. നെക്സ്റ്റ് 3, 1 3, 2. നെക്സ്റ്റ് 4, 1 4, 2. ഇത്രയും പോസിബിൾ പെയേഴ്സ് ആണ് ഇവിടെ ഉണ്ടായിരിക്കുക. അതായത് ടോട്ടൽ നമ്പർ ഓഫ് പോസിബിൾ പെയേഴ്സ് ഈസ് 8 ആണ്. ഓക്കെ, ഇനി ഇത് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ആണ് നമുക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ നമുക്ക് ഇത് കുറച്ചേ ഉള്ളൂ, അതുകൊണ്ടാണ് ജസ്റ്റ് എഴുതി നോക്കിയാൽ തന്നെ നമുക്ക് ആ പെയേഴ്സ് കണ്ടുപിടിക്കാൻ പറ്റും. ആ പെയേഴ്സിന്റെ എണ്ണം എഴുതാൻ സാധിക്കും. അപ്പൊ ഇവിടെ 8 പെയേഴ്സ് ആണുള്ളത്. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ രീതിയിലും കൂടെ ഈ പെയേഴ്സ് കണ്ടുപിടിക്കാം. എത്ര എണ്ണാന്നുള്ളത് കണ്ടെത്താൻ വേണ്ടിയിട്ട് ഒരു സൂത്രം ഉപയോഗിക്കാം. അതായത് ഈ ബോക്സിൽ ആകെ 4 നമ്പേഴ്സ് ആണുള്ളത്, ഈ ബോക്സിൽ 2 നമ്പേഴ്സ് ഉണ്ട്. അപ്പൊ ടോട്ടൽ നമ്പർ ഓഫ് പോസിബിൾ പെയേഴ്സ് എന്ന് പറയുന്നത് 4 × 2 = 8 ആയിരിക്കും. ആ 8 പെയേഴ്സ് ഏതൊക്കെയെന്നുള്ളതാണ് നമ്മളിപ്പോൾ ഇവിടെ എഴുതിയിട്ടുള്ളത്. ഓക്കെ, ഇനി ഇതില് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഓഫ് ബോത്ത് ബീയിങ് ഈവൻ. നമ്മൾ എടുക്കുന്ന ആ നമ്പേഴ്സ്, പെയേഴ്സിലെ നമ്പേഴ്സ് രണ്ടും എന്താവുക, ഈവൻ ആകാനുള്ള പ്രോബബിലിറ്റി എന്താണെന്ന് ചോദിക്കുന്നത്. അപ്പൊ ഇവിടെ നോക്കുക, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇത് രണ്ടും ഓഡാണ്. ഇത് ഒന്ന് ഓടും ഒന്ന് ഈവനും ആണ്. നമുക്ക് വേണ്ടത് രണ്ടും ഈവൻ നമ്പേഴ്സ് ആണ്. അപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ 2, 2 എന്ന് പറയുന്നത് രണ്ടും ഈവൻ ആണ്. അതേപോലെ 4, 2 എന്ന് പറയുന്നതും രണ്ടും ഈവൻ ആണ്. ബാക്കിയുള്ളതൊക്കെ ഒരു ഓടും ഒരു ഈവനും ആയിട്ടാണ് വരുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ആൻസർ എന്താണ്, ബോത്ത് ബീയിങ് ഈവൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ 2 പെയേഴ്സ് ആണ് ഈവൻ വരുന്നത്. അപ്പൊ ഇതിന്റെ പ്രോബബിലിറ്റി എഴുതുമ്പോ 2 ടോട്ടൽ നമ്പർ ഓഫ് പോസിബിൾ പെയേഴ്സ് എത്രയുള്ളത്, 8 ആണ്. അപ്പൊ അതിന്റെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 2/8 ആണ്. ഇനി സെക്കൻഡ് വൺ, പ്രോബബിലിറ്റി ഓഫ് ബോത്ത് ബീയിങ് ഓഡ്. 2 നമ്പേഴ്സും ഓഡ് വരാനുള്ള പ്രോബബിലിറ്റി.
നോക്കാം ഏതൊക്കെയാണ് രണ്ടും ഓട് വരാനുള്ള പ്രോബബിലിറ്റി. ഇത് രണ്ടും ഓടാണ്. പിന്നെ വരുന്നത് ഏതാണ്? 3, 1. ഇതും ഓടാണ്. ബാക്കി എല്ലാതും ഒരു ഓടും ഒരു ഈവനും ആണ് വരുന്നത്. അപ്പൊ നമുക്ക് ഇതിന്റെയും പ്രോബബിലിറ്റി വരുന്നത് 2/8 തന്നെയാണ്. ഓക്കെ, ഈ സി ക്വസ്റ്റ്യൻ പ്രോബബിലിറ്റി ഓഫ് 1 ഓഡ് ആൻഡ് 1 ഈവൻ, ഒരു ഓടും ഒരു ഈവനും വരാനുള്ള പ്രോബബിലിറ്റി. അപ്പോ നമുക്ക് നോക്കാം, ഒരു ഓടും ഒരു ഈവനും, അതായത് രണ്ടും ഈവൻ ആവാൻ പാടില്ല, അതേപോലെ രണ്ടും ഓടാവാൻ പാടില്ല. അപ്പൊ നമുക്ക് നോക്കിയാൽ അറിയാം, രണ്ടും ഈവൻ വരുന്നത് 2 പേയേഴ്സ് ഉണ്ട്, രണ്ടും ഓട് വരുന്നതും 2 പേയേഴ്സ് ഉണ്ട്. ടോട്ടൽ നമ്പർ ഓഫ് പേയേഴ്സ് എന്ന് പറയുന്നത് 8 ആണ്. അപ്പൊ അതിൽ നിന്ന് 2 + 2 4 പേയേഴ്സിനെ മാറ്റി നിർത്തിയാൽ ബാക്കി വരുന്ന പേയേഴ്സ് ഒക്കെ എന്തായിരിക്കും? 1 ഓടും 1 ഈവനും ആയിരിക്കും. അപ്പോ നമുക്ക് എന്താണ് ആൻസർ വരിക? മൊത്തം 8 പേയേഴ്സ് 4 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 4 പേയേഴ്സ് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി 4 ആ വരിക. അപ്പൊ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 4/8 ആണ്. ഏതൊക്കെയാണ് അതിലത്തെ 4 പേയേഴ്സ് ഏതൊക്കെയാണ് വരുന്നത്? ഇത് ഒരു 1 ഓടും 1 ഈവനുമാണ്. ഇതും 1 ഓടും 1 ഈവനുമാണ്. ഇതും 1 ഓടും 1 ഈവനുമാണ്. ഇതും 1 ഓടും 1 ഈവനുമാണ്. അതാണ് ആ 4 പേയേഴ്സ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് ബി ക്വസ്റ്റ്യൻ പ്രോബബിലിറ്റി ഓഫ് അറ്റ്ലീസ്റ്റ് 1 ഓഡ്. അറ്റ്ലീസ്റ്റ് 1 ഓഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരെണ്ണെങ്കിലും ഓട് വരാം, അതായത് രണ്ടും ഓട് വരുന്നത് കൊണ്ട് കുഴപ്പമില്ല. എന്ത് വരാൻ പാടില്ല? രണ്ടും ഈവൻ ആവാൻ പാടില്ല. അപ്പൊ രണ്ടും ഈവൻ വരുന്ന കേസ് എന്ന് പറയുന്നത് 2 പേയേഴ്സിലാണ് വരുന്നത്, അല്ലെ? 2 പേയേഴ്സ് ആണ് രണ്ടും ഈവൻ ആവുന്നത്. അപ്പൊ അറ്റ്ലീസ്റ്റ് 1 ഓട് എന്ന് പറയുമ്പോൾ ടോട്ടൽ പേയേഴ്സ് എന്ന് പറയുന്നത് 8 ആണ്. അതിൽ നിന്ന് രണ്ടും ഈവൻ വരുന്നത്, അത് അറ്റ്ലീസ്റ്റ് 1 ഓട് പറഞ്ഞാൽ ഒരെണ്ണെങ്കിലും ഓട് വരണം എന്നാണ്. അതിന്റെ അർത്ഥം രണ്ടും ഓടായാൽ കുഴപ്പമില്ല. അപ്പൊ നമുക്ക് ഏതിനെയാണ് ഒഴിവാക്കേണ്ടത്? രണ്ടും ഈവൻ വരുന്ന കേസ്. രണ്ടും ഈവൻ വരുന്ന കേസ് എത്ര പേയേഴ്സിൽ വരുന്നുണ്ട്? 2 പേയേഴ്സ് ആണ് വരുന്നത്. അപ്പൊ ടോട്ടൽ നമ്പർ ഓഫ് പേയേഴ്സിന് ഈ 2 പേയേഴ്സ് സബ്ട്രാക്ട് ചെയ്താൽ ബാലൻസ് വരുന്നത് 6 പേയേഴ്സ് ആണ്. അപ്പൊ അറ്റ്ലീസ്റ്റ് 1 ഓട് വരുന്നത് 6/8 ആണ് അതിന്റെ പ്രോബബിലിറ്റി വരുന്നത്. ഇനി അതേപോലെ തന്നെ അടുത്തത് പ്രോബബിലിറ്റി ഓഫ് അറ്റ്ലീസ്റ്റ് 1 ഈവൻ. അറ്റ്ലീസ്റ്റ് 1 ഈവൻ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെ ഒരെണ്ണെങ്കിലും ഈവൻ വരണം എന്നാണ്. അതിന്റെ അർത്ഥം രണ്ടും ഈവൻ ആയാലും കുഴപ്പമില്ല എന്നാണ്. അപ്പൊ നമ്മൾ ഏതിനെയാണ് ഒഴിവാക്കേണ്ടത്? രണ്ടും ഓട് വരുന്ന കേസ്. 2 നമ്പേഴ്സും ഓട് വരുന്നത് എത്ര പേയേഴ്സിൽ വരുന്നുണ്ട്? 2 പേയേഴ്സിൽ വരുന്നുണ്ട്. അപ്പോ ടോട്ടൽ നമ്പർ ഓഫ് പേയേഴ്സ് 8 ആണ്. അതിന് 2 പേയേഴ്സ് സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി എത്രയായിരിക്കും? 6 ആയിരിക്കും. അപ്പൊ 6/8. ഇനി ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 75 പേഴ്സുമായി റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഒന്ന് ചെയ്ത് നോക്കാം. അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, രജനി ഹാസ് 3 necklaces and 3 pairs of earrings of green, blue and red stones. In what all different ways can she wear them? What is the probability of her wearing the necklace and earrings of the same color of different color? അപ്പോൾ രജനിയുടെ കയ്യില് നെക്ലേസും ഉണ്ട് ഇയറിങ്സും ഉണ്ട്. രണ്ടും സെയിം കളേഴ്സിലുള്ളത് തന്നെയാണ്. അതായത് നെക്ലേസസ് ഏതൊക്കെ കളേഴ്സിലാണോ ഉള്ളത് അതേ കളേഴ്സിൽ തന്നെയാണ് ഏതുള്ളത്? ഇയറിങ്സും ഉള്ളത്. അപ്പോ നെക്ലേസ് ഗ്രീൻ, ബ്ലൂ, റെഡ് എന്നുള്ള കളേഴ്സിലുണ്ട്. അതേപോലെ ഇയറിങ്സും ഗ്രീൻ, ബ്ലൂ, റെഡ് എന്നുള്ള കളേഴ്സിലുണ്ട്. അപ്പോ ഇവിടെ 3 കളേഴ്സ് വരുന്നുണ്ട്. അതേപോലെ ഇയറിങ്സും 3 കളേഴ്സിൽ വരുന്നുണ്ട്. ഇനി അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇത് എങ്ങനെയൊക്കെ നമുക്ക് വെയർ ചെയ്യാം, അതായത് ഏതൊക്കെ രീതിയിൽ നമുക്കത് ഉപയോഗിക്കാം അല്ലെങ്കിൽ അത് ധരിക്കാം എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം, നമുക്ക് ആ പേയേഴ്സ് ഒന്ന് എഴുതി നോക്കാം. നെക്ലേസ് ഗ്രീൻ വരുമ്പോൾ ഇയറിങ്സും ഗ്രീൻ വരാം. GG. ഇനി GB. നെക്സ്റ്റ് GR.
ഇനി ഇതേപോലെ ബ്ലൂ ആണ് നെക്ലേസ് എങ്കിൽ BG BB BR. ഇനി R ആണ് റെഡ് കളറാണ് നെക്ലേസ് എങ്കിൽ RG RB RR. ഇങ്ങനെ ടോട്ടൽ നമ്പർ ഓഫ് പോസിബിൾ പെയേഴ്സ് എന്ന് പറയുന്നത് ഇവിടെ 9 ആണ്. ആ 9 എങ്ങനെ കിട്ടുക? വേറെ രീതിയിലും കൂടെ ഞാൻ പറഞ്ഞു എങ്ങനെ കണ്ടെത്താം. ഇവിടെ 3 ആണത്, ഇവിടെയും 3 ആണത്. അപ്പോ 3 into 3 അല്ലെ, 3 into 3 equal to 9. 9 പോസിബിൾ പെയേഴ്സ് ഇവിടെ ഉണ്ട്. ടോട്ടൽ നമ്പർ ഓഫ് പെയേഴ്സ് എന്ന് പറയുന്നത് 9 ആണ്. ഓക്കെ, ഇനി അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഇങ്ങനെ വെയർ ചെയ്യുന്ന നെക്ലേസും ഇയറിംഗ്സിനും സെയിം കളർ വരാനുള്ള പ്രോബബിലിറ്റി എന്താണ് എന്നുള്ളത്. അപ്പൊ സെയിം കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെക്ലേസും സെയിം കളർ ആയിരിക്കണം, ഇയറിംഗ്സും സെയിം കളർ വരണം. അപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 1 ഇവിടെ വരുന്നുണ്ട്, 2, 3. അപ്പൊ അതിന്റെ പ്രോബബിലിറ്റി എന്താ വരിക? സെയിം കളർ വരുന്നത് 3 പെയേഴ്സ് ആണുള്ളത്. 3 by ടോട്ടൽ നമ്പർ ഓഫ് പെയേഴ്സ് എത്രയാണ്? 9. അപ്പൊ 3 by 9. ഇനി ഡിഫറെന്റ് കളർ, സെയിം കളർ അല്ലാത്തതൊക്കെ എന്താണ്? ഡിഫറെന്റ് കളർ ആയിരിക്കില്ലേ? അപ്പൊ അത് എത്ര ഉണ്ട്? മൊത്തം ടോട്ടല് 9 പെയേഴ്സ് ആണുള്ളത്. അതിൽ 3 പെയേഴ്സ് സെയിം കളർ ആയിട്ട് വരുന്നതാണ്. അപ്പൊ ഡിഫറെന്റ് കളേഴ്സ് വരുന്നത് എത്രയായിരിക്കും? 6 പെയേഴ്സ് ആയിരിക്കും. അപ്പൊ 6 by 9 ആയിരിക്കും ഡിഫറെന്റ് കളേഴ്സ് വരാനുള്ള പ്രോബബിലിറ്റി. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. A box contains 4 slips numbered 1, 2, 3, 4 and another box contains 2 slips numbered 1, 2. If one slip is taken from each, what is the probability of the sum of numbers being odd? What is the probability of the sum being even? ഇതാണ് ക്വസ്റ്റ്യൻ. നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെയാണ്. ക്വസ്റ്റ്യനിൽ ചെറിയ ഡിഫറൻസ് ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അതിൽ നേരത്തെ ഫസ്റ്റ് ബോക്സിൽ 1 മുതൽ 4 വരെയുള്ള നമ്പേഴ്സ് ഉണ്ട്, സെക്കൻഡ് ബോക്സിൽ 1 മുതൽ 2 വരെയുള്ള നമ്പേഴ്സ് ഉണ്ട്. അപ്പൊ ഇതിൽ ടോട്ടൽ നമ്പർ ഓഫ് പെയേഴ്സ് എന്ന് പറയുന്നത് 4 into 2 8 പെയേഴ്സ് ആണ് ഉള്ളത്. ആ പെയേഴ്സ് നമ്മൾ എഴുതിയിട്ടുണ്ട്. 1 1 1 2 2 1 2 2 3 1 3 2 4 1 4 2. ഇതാണ് ആ 8 പെയേഴ്സ് വരുന്നത്. ഇത് നമുക്ക് കാണാനുള്ളത് പ്രോബിലിറ്റി ഓഫ് സം ഓഫ് ദ നമ്പേഴ്സ് ബീയിങ് ഓഡ്. അതായത് ഈ നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഓഡ് വരുന്നതിന്റെ പ്രോബിലിറ്റി എന്താണ്, അതേപോലെ സം ഓഫ് ദ നമ്പേഴ്സ് ബീയിങ് ഈവൻ, നമ്പേഴ്സിന്റെ സമ്മ് ഈവൻ വരുന്നത് ഏതൊക്കെയാണ്. അപ്പൊ നമുക്ക് ഇതൊന്ന് ആഡ് ചെയ്ത് നോക്കാം. ഇവിടെ നമുക്ക് സമ്മ് കിട്ടുന്നത് 2 ആണ് വരിക. കാരണം 1 + 1 2 വരും. ഇവിടെ 1 + 2 3, 2 + 1 3, 2 + 2 4, 3 + 1 4, 3 + 2 5, 4 + 1 5, 4 + 2 6 അല്ലേ. ഇനി ഇതിൽ പറയൂ എത്ര എണ്ണത്തിന്റെ സമ്മ് നമുക്ക് ഓഡ് വരുന്നുണ്ട്? 1 2 3 4. അപ്പൊ പ്രോബബിലിറ്റി എന്താ വരിക? 4 by 8. ഇനി സം ഓഫ് ദ നമ്പേഴ്സ് ബീയിങ് ഈവൻ. ഈവൻ വരുന്നത് 1 2 3 4. ഈവനും എത്ര എണ്ണിയാ വരുന്നത്? 4 പെയേഴ്സ് വരുന്നുണ്ട്. അപ്പൊ അതിന്റെ പ്രോബബിലിറ്റി 4 by 8. തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. A box contains 4 slips numbered 1 2 3 4 and another contains 3 slips numbered 1 2 3. If one slip is taken from each, what is the probability of the product being odd? The probability of the product being even. നേരത്തെ ക്വസ്റ്റ്യൻ പോലെ തന്നെയാണ്, പക്ഷേ സെക്കൻഡ് ബോക്സിൽ ഒരു നമ്പർ കൂടെ എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട്. 3 എന്ന് പറയുന്ന നമ്പർ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് കാണാനുള്ളത്, പ്രോബബിലിറ്റി കാണാനുള്ളത് പ്രൊഡക്റ്റ് പറഞ്ഞാൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ ഓടാണോ ഈവൺ ആണോ. ഓഡ് വരാനുള്ള പ്രോബബിലിറ്റിയും അതേപോലെ ഈവൺ വരാനുള്ള പ്രോബബിലിറ്റിയാണ് കാണാനുള്ളത്. അപ്പൊ നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഇവിടെ 4 നമ്പേഴ്സ് ഉണ്ട്, ഇവിടെ 3 നമ്പേഴ്സ് ഉണ്ട്. ടോട്ടൽ നമ്പർ ഓഫ് പെയേഴ്സ് എന്ന് പറയുന്നത് 4 into 3 12 പെയേഴ്സ് ആണുള്ളത്. ആ 12 പെയേഴ്സ് ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്, ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിന്റെ പ്രൊഡക്റ്റ് ഒന്ന് കണ്ടു നോക്കാം. ഈ രണ്ട് നമ്പേഴ്സിന്റെ പ്രൊഡക്റ്റ് പറയുമ്പോൾ 1 ആ വരിക. ഇതിന്റെ പ്രൊഡക്റ്റ് 2, ഇവിടെ 3, ഇവിടെ 2 4 6
3, 6, 9, 4, 8, 12. ഇത്രയാണ് പ്രൊഡക്റ്റ് നമുക്ക് വരുന്നത്. അപ്പോൾ നമുക്ക് അതിന് ഓഡ് നമ്പേഴ്സ് പ്രൊഡക്റ്റ് ആയിട്ട് വരുന്ന എത്ര പേഴ്സ് ഉണ്ട് നോക്കാം. 1, 2, 3, 4 പേഴ്സ് ആണ് പ്രൊഡക്റ്റ് ഓഡ് ആയിട്ട് വരുന്നത്. അപ്പൊ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 4/12. ഇനി പ്രൊഡക്റ്റ് ഓഫ് ദ നമ്പേഴ്സ് ബീയിങ് ഈവൻ. ഈവൻ വരുന്നത് ബാലൻസ് വരുന്നത് ഈവൻ ആയിരിക്കും. മൊത്തം 12 ഉള്ളത്. അപ്പോൾ ബാലൻസ് വരുന്ന 8 പേഴ്സും എന്തായിരിക്കും? പ്രൊഡക്റ്റ് ഈവൻ ആയിരിക്കും. അപ്പോൾ പ്രോബബിലിറ്റി 8/12. Fourth question നോക്കാം. From all 2-digit numbers with either digit 1, 2 or 3, one number is chosen. What is the probability of both digits being the same? Second question, what is the probability of the sum of the digits being 4? ഇതിൽ ഓൾ 2-digit നമ്പേഴ്സിൽ നമുക്ക് എല്ലാ ഡിജിറ്റ്സും എടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് 1ഉം 2ഉം 3ഉം മാത്രം വരുന്ന ഡിജിറ്റ്സ് എടുത്താൽ മതി. അപ്പോൾ ഏതൊക്കെ നോക്കാം? അങ്ങനെ വരുന്ന നമ്പേഴ്സ് ഏതൊക്കെ നോക്കാം? 1, 1 എന്ന് പറയുമ്പോൾ അതിൽ 1 മാത്രമേ ഉള്ളൂ. അതേപോലെ 1, 2, 1, 3 ഈ മൂന്ന് നമ്പേഴ്സിലും ഡിജിറ്റ്സ് 1, 2, 3 മാത്രമേ വരുന്നുള്ളൂ. ഇനി ഇതേപോലെ 2, 1, 2, 2, 2, 3 ഇതിലും 2ഉം 1ഉം മാത്രമേ ഈ ഡിജിറ്റ്സിൽ വരുന്നുള്ളൂ. ഇനി ഇതില് 31, 32, 33 ഇത്രയും നമ്പേഴ്സ് ആണ് 1ഉം 2ഉം 3ഉം നമ്പേഴ്സ് വെച്ച് വരുന്ന 2-digit നമ്പേഴ്സ്. അപ്പൊ ടോട്ടൽ നമ്പർ ഓഫ് 2-digit നമ്പേഴ്സ് ഈ കണ്ടീഷൻ ഉള്ളത്, അതായത് 1ഉം 2ഉം 3ഉം മാത്രം വരുന്ന നമ്പേഴ്സ് ഉള്ളത് 9 ആണ്. ഓക്കെ. ഇനി അതിൽ പറഞ്ഞിരിക്കുന്നത് ബോത്ത് ഡിജിറ്റ്സ് ബീയിങ് ദ സെയിം. 2 ഡിജിറ്റും സെയിം ആയിട്ട് വരുന്ന ഇതിന്റെ പ്രോബബിലിറ്റി. അപ്പൊ 2 ഡിജിറ്റും സെയിം ആയിട്ട് വരുന്നത് 11 വരുന്നുണ്ട്, 22 വരുന്നുണ്ട്, 33 വരുന്നുണ്ട്. അപ്പൊ അതിന്റെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 3/9 ആണ്. പ്രോബബിലിറ്റി ഓഫ് ദ സം ഓഫ് ദ ഡിജിറ്റ്സ് ബീയിങ് 4. സമ്മ് 4 വരുന്ന ഡിജിറ്റ്സിന്റെ സമ്മ് 4 വരുന്ന എത്ര ഉണ്ട് നോക്കുക. ഇതിന്റെ സമ്മ് 4 ആ വരുന്നത്, ഇതിന്റെ സമ്മും 4 ആ വരുന്നത്. അതേപോലെ ഈ 31 അതിന്റെ സമ്മും 4 ആ വരുന്നത്. അപ്പൊ അവിടെ എത്ര നമ്പേഴ്സ് വരുന്നത്? 3 നമ്പേഴ്സ് വരുന്നുണ്ട്. അപ്പൊ പ്രോബബിലിറ്റി ഈസ് 3/9. ഇനി നമുക്ക് 5th ക്വസ്റ്റ്യൻ നോക്കാം. എ ഗെയിം ഫോർ 2 players. First, each has to decide whether he wants odd number or even number. Then both raises some fingers of one hand. If the sum is odd, the one who chose odd at the beginning wins. If it is even, the one who chose even wins. In this game, which is the better choice at the beginning, odd or even? ഈ ക്വസ്റ്റിന്റെ മീനിങ് എന്താന്ന് വെച്ചാൽ, 2 പ്ലെയേഴ്സ് ഉണ്ട്. ആ പ്ലെയേഴ്സിൽ അവര് ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ അവരുടെ ഒരു ഹാൻഡ്സ് റേസ് ചെയ്യാണ്. ഒരു ഹാൻഡ്സിൽ നിങ്ങൾക്കറിയാം എത്ര ഫിംഗേഴ്സ് ഉണ്ട് എന്നുള്ളത്. 5 ഫിംഗേഴ്സ് ആണ് ഒരു ഹാൻഡിൽ ഉള്ളത്. അങ്ങനെ ഫിംഗേഴ്സ് റേസ് ചെയ്യുമ്പോൾ 2 പേരും ഒരേ സമയം റേസ് ചെയ്യും. അങ്ങനെ ചെയ്യുമ്പോൾ ആ 2 പേരും റേസ് ചെയ്യുന്ന ഫിംഗേഴ്സിന്റെ നമ്പേഴ്സിന്റെ സമ്മ് ഓഡ് വരികയാണെങ്കിൽ ഒരാൾ ജയിക്കും, ഈവൻ വരികയാണെങ്കിൽ മറ്റേ ആൾ ജയിക്കും. അപ്പോൾ ഇതിൽ ഏതാണ് നമുക്ക് ബിഗിനിങ്ങിൽ ഏതെടുക്കുന്നതാണ് ബെറ്റർ ചോയ്സ് എന്നുള്ളതാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ചെയ്യേണ്ടത് ആദ്യത്തെ പേഴ്സന്റെ ഫിംഗേഴ്സിന്റെ നമ്പേഴ്സ് നമുക്ക് 1, 2, 3, 4, 5 എന്ന് എഴുതാം. സെക്കൻഡ് പേഴ്സന്റെ ഫിംഗേഴ്സ് 1, 2, 3, 4, 5. 2 പേരിലും ഓരോ ഹാൻഡ്സ് വീതമാണ് ഉള്ളത്. അപ്പൊ 2 പേരിലും 5 വെച്ചിട്ട് ഫിംഗേഴ്സ് ഉണ്ട്. ഇനി അത് വെച്ചിട്ട് നമുക്ക് എങ്ങനെയൊക്കെ പെയേഴ്സ് ഉണ്ടാക്കാം എന്നുള്ളതാണ്. ഇപ്പോൾ ഫസ്റ്റ് പേഴ്സൺ 1 ആണ് റേസ് ചെയ്യുന്നതെങ്കിൽ സെക്കൻഡ് പേഴ്സൺ ഏതൊക്കെ നമ്പേഴ്സ് റേസ് ചെയ്യാം? 1ഓ 2ഓ 3ഓ 4ഓ 5ഓ ഇതിലത്തെ ഏത് നമ്പർ വേണമെങ്കിലും റേസ് ചെയ്യാം.
അപ്പൊ നമുക്ക് 1 വെച്ചിട്ട് ഇത്രയും പെയർസ് കിട്ടും. അതേപോലെ 2 ആണെങ്കിൽ ഇതേപോലെ തന്നെ 1 2 3 5 വരെ, അങ്ങനെ ടോട്ടൽ 25 പെയർസ് ഉണ്ടായിരിക്കും. അതായത് ടോട്ടൽ നമ്പർ ഓഫ് പെയർസ് എന്ന് പറയുന്നത് 25 ആണ്. ഓക്കെ, ഇനി നമുക്ക് ഈ ചെയ്യുന്നതിൽ നമുക്ക് അവര് എങ്ങനെ റേസ് ചെയ്യുമ്പോൾ കിട്ടുന്ന നമ്പേഴ്സ് ആഡ് ചെയ്ത് നോക്കണം. ആഡ് ചെയ്ത് നോക്കുമ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 1 + 1 2 വരും അല്ലേ? അതായത് രണ്ടും ഓഡ് നമ്പേഴ്സ് ആണ്. അപ്പൊ അത് ആഡ് ചെയ്താൽ നമുക്ക് വരിക ഈവൻ നമ്പർ ആണ്. അപ്പോ ഇത് ഓഡ്, ഇത് ഈവൻ, ഇങ്ങനെ വരും. ഓഡ് ഈവൻ, ഓഡ് ഈവൻ, ഓ ഇ ഓ ഇ. ഇങ്ങനെ ഓൾട്ടർനേറ്റ് ആയിട്ടാണ് ഓടും ഈവനും കിട്ടുന്നത്. ഇങ്ങനെ എത്ര ഈവൻ നമ്പേഴ്സിന്റെ പെയേഴ്സ് ഉണ്ട്, അതേപോലെ ഓഡ് നമ്പേഴ്സിന്റെ പെയേഴ്സ് ഉണ്ട് എന്നുള്ളത് നോക്കേണ്ടത്. അങ്ങനെ നോക്കുമ്പോൾ ഇത് കൗണ്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ടോട്ടൽ 25-ല് 13 പെയേഴ്സ് ഈവനും 12 പെയേഴ്സ് ഓടുമായിരിക്കും. അപ്പോൾ അതിന്റെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ദ സം ഈസ് ഈവൻ. ഈവൻ എന്ന് പറയുന്നത് 13 പെയേഴ്സ് ഉണ്ട്. അപ്പൊ അതിന്റെ പ്രോബബിലിറ്റി 13/25. Then second one, probability of getting the sum is odd. ഓഡിന്റെ പെയേഴ്സ് ബാലൻസ് വരുന്നത് ഓഡിന്റെ പെയേഴ്സ് ആയിരിക്കും, അതായത് 12 ആയിരിക്കും വരിക. അപ്പൊ 12/25. അപ്പൊ ഇവിടെ മോർ പോസിബിലിറ്റി ഉള്ളത് അല്ലെങ്കിൽ എടുക്കാൻ സമ്മ് ഈവൻ എടുക്കുന്നതാണ് ഇതിന്റെ ബിഗിനിങ്ങിലെ ഏറ്റവും ബെറ്റർ ചോയ്സ് ആയിട്ട് ഉള്ളത്. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി അടുത്ത വീഡിയോയിൽ മോർ പെയേഴ്സിലെ പ്രോബ്ലംസ് ചെയ്യാം. താങ്ക് യു.